ഹലോ മച്ചാ, ഇവന്റെ ഈ ഓട്ടം കണ്ട് നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നുന്നത്? ഇന്നലെ ഇരുന്ന ബസ് സ്റ്റാൻഡിൽ ഇരുന്ന പെൺകുട്ടിയുടെ കാമുകം വന്ന് ഞങ്ങളെ തെറി പറഞ്ഞു. അവിടെ ഞങ്ങൾ ഇറങ്ങി ഓടി. ഞങ്ങളുടെ 3 പേരുടെയും വീട്ടിൽ നിന്ന് കട്ടെടുത്ത പൈസ ആയിട്ടാണ് ഞങ്ങൾ നാട് വിട്ടത്. ഈ ബാഗ് ദാശ പൈസ എന്തായാലും ഞങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉള്ളതിന്റെ ഒരു ഷോറൂമിൽ നിന്ന് ഒരു കാർ എടുത്തിട്ട് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്ത്. അതിനുവേണ്ടി കാർ എടുക്കാൻ ഒരു ഷോറൂമിൽ വന്നേ കോഴിക്കോട്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെ ചേച്ചിയുടെ ചായ തന്നത്. എന്തായാലും ഫ്രീ ചായ അല്ലേ, എന്ത് കിട്ടിയാലും നമ്മൾ തട്ടും. ഞാൻ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് ചായ ചേച്ചി കൊണ്ട് തന്നത്. അതുപോലെ ഇവനും പൈസ എണ്ണിക്കൊണ്ടിരിക്കുക, ഇവരും കൊണ്ട് തരും ഓർത്ത്. അങ്ങനെ റെഡി പൈസ കൊടുത്ത് നമ്മൾ ഇതേ ഈ കാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാറിലാണ് നമ്മൾ റൈഡ് മൊത്തം. വണ്ടിയെടുപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരുടെ ഒക്കെ തന്നെ ഒരു ഹരമായ കുഴിമന്തി കഴിക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നമ്മുടെ ഇഷ്ടംപോലെ പൈസ അതുകൊണ്ട് കുഴിമന്തി കഴിച്ച് ലക്ഷറി ആയിക്കാം. തിരിച്ച് നമ്മൾ ഉടനെയൊന്നും വീട്ടിൽ പോക്കില്ലാത്തത് കൊണ്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് കൊണ്ടും വണ്ടിയിൽ ഇരുന്ന് തന്നെയാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറുന്നത്. ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ച് എത്തിയിട്ടുണ്ട്. ഇനി രാത്രി വരെ കോഴിക്കോട് ബീച്ചിൽ സ്പെൻഡ് ചെയ്യണം. എന്തായാലും ബീച്ചിൽ ഒന്നും ഇതൊക്കെ കഴിച്ചില്ലേ മോശമല്ല. അതുകൊണ്ട് കല്ലുമക്കായം മേടിച്ച് കുറെ കടികളും മേടിച്ച് നമ്മൾ കഴിച്ച് പിന്നെ ഐസ് ചുരണ്ടിയതും മേടിച്ച്. ഇതാണ് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വായ വെക്കാൻ പോലും കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ മൊത്തം സാധനം കളഞ്ഞു. നമ്മൾ എന്തോ കളർഫുൾ സാധനം പറഞ്ഞേ. അത് കഴിഞ്ഞ് നമ്മുടെ പയ്യനെ 3D ക്യാമറ ആയിട്ട് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. ഇവൻ പകുതി അഭിനയമാണ്, എന്നാലും ബാക്കി നിങ്ങൾ കാണും. അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് അൽഫാമും പൊറോട്ടയും കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കടയിൽ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി അൽഫാമും പൊറോട്ട ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി കിടന്നിട്ട് എവിടെ കിടന്ന് ഉറങ്ങും നമ്മൾ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം.